ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സാധനം വെച്ച് ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്നൊക്കെ ഓരോ ഐറ്റം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ കിട്ടിയ കുറച്ച് സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇച്ചിരി ടൈം പാസ്സാണ്. ഇപ്പം തന്നെയല്ല, മഴക്കാലമൊക്കെയാണ്, എല്ലാവർക്കും വിശപ്പൊക്കെ കൂടുന്ന സമയമാണല്ലോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുമ്പോൾ അത് നല്ല സൂപ്പറായിരിക്കും. അതപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞതിൻ്റെ വീഡിയോ ആയിരുന്നു അല്ലേ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെയൊക്കെ കമൻസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി, ഞങ്ങളുടെ എല്ലാവരുടെയും കേട്ടോ. അതെ, ഫേസ്ബുക്കിനകത്താണെന്നുണ്ടെങ്കിലും യൂട്യൂബിനകത്താണെന്നുണ്ടെങ്കിലും അടിപൊളി കമൻറ്റുകളായിരുന്നു. വായിച്ച് വളരെ സന്തോഷവും കണ്ണ് നിറയുന്നതായ ഓരോ ഫീലുകളായിരുന്നു നമുക്ക് ഉണ്ടായത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ 5 ലക്ഷം സബ്സ്ക്രൈബർ ആയ വീഡിയോനകത്ത് തന്നെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഞങ്ങൾ ഇത്രയും റെസ്പോൺസ് ഒട്ടും തന്നെ വിചാരിച്ചില്ല. ആദ്യത്തെ 4 മണിക്കൂറിൽ തന്നെ 100-ൽ പരം ഓർഡേഴ്സും ഈ സമയം കൊണ്ട് ഫുള്ള് വെബ്സൈറ്റ് തന്നെ നിങ്ങൾ കാലിയാക്കി തന്നു. ഇല്ല, കല്യാണത്തിന് ഭക്ഷണം തികയാതെ വരുമല്ലോ, ആ ഒരു കണ്ടീഷനായി പോയില്ലേ. അത്രമാത്രം ഓർഡേഴ്സ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്ര ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുമെന്ന്. അത് ഞങ്ങൾ വെക്കുന്ന ആ ഒരു വിശ്വാസവും നിങ്ങളുടെ സ്നേഹമാണ് ആക്ച്വലി അത് ഡിപിക്റ്റ് ചെയ്യുന്നത്. എന്തായാലും വളരെ 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 താങ്ക് യു. അതുപോലെ തന്നെ തുടർന്ന് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് വരാൻ സമയമെടുക്കും. പക്ഷേ ഏതൊക്കെയാണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പല പല കാരണങ്ങളാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഒന്നാമത് മഴ, വിത്തുകളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഈ ലോക്ക്ഡൗൺ, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വിത്തുകൾ കിട്ടാനും ബുദ്ധിമുട്ട്, വിത്തുകൾ ഉണക്കി എടുക്കാൻ ബുദ്ധിമുട്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നിങ്ങൾ സഹകരിച്ച്, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തായാലും സഹകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ലേ. എല്ലാം ജസ്റ്റ് minisLifestyle.com നമ്മുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് നോക്കിയാൽ മതി. എന്നും അപ്ഡേറ്റ് ചെയ്യുന്ന സീഡ്സ് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ ദീർഘിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് തന്നെ നടക്കാം. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ സാധനത്തിന്റെ പേര് പറഞ്ഞില്ല? പരിപ്പ് വട കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് എന്നാൽ അവർക്ക് ബോറടിയാവും. അവർക്ക് 4 മണിക്ക് പരിപ്പ് വട ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് കടലയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉള്ളി ഉണ്ട്, സവോള എടുത്തിട്ടുണ്ട്, 1 എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ, ഉപ്പ് വേണം, പിന്നെ എണ്ണ വേണം, അതൊക്കെ പ്രകാരം കാണിക്കാം. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് അതാണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞു കട്ടോരി ചോറും കൂടെ അതിനകത്ത് ഇടണം. അപ്പം നമുക്കിത് മിക്സിക്കകത്ത് ഒന്ന് ചതച്ച് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ നല്ലതുപോലെ അങ്ങ് അരിഞ്ഞ് ചമ്മന്തി പോലെ അരയരുത്. നമ്മൾ പരിപ്പൂടെയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ കണ്ട കടല ഈ പരുവത്തിനാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. എല്ലാ കടലയും ഒന്ന് അരഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ആ ചോറ്, പകുതി ചോറും കൂടെ ഇതിനകത്തിട്ട് അരച്ചിട്ടുണ്ട്. പകുതി ചോറ് കണ്ട, ബാക്കി കടല ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അതിനകത്തോടെ അരച്ചുകൊണ്ട് വരാം. നമ്മളൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്, ബാക്കിയും കൂടെ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ കടലയെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടല ചതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ ഈ കടല മിക്സിയിലിട്ടിട്ട് 2 അടി അടിച്ചതിന് ശേഷം മാത്രമേ ചോറിടാവൂ. കാരണം നമ്മൾ ഈ കടലയുടെ ഒപ്പം തന്നെ ചോറിട്ടാൽ കടല ഇച്ചിരി അരയാൻ ബുദ്ധിമുട്ടാവും. കുഴപ്പമില്ല, അരഞ്ഞോളും, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടല കിടക്കും. അപ്പോൾ ആദ്യം നമ്മൾ കടല അടിച്ചെടുത്ത് അതിന് ശേഷം ഈ ചോറ് അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഉപ്പും എരിയും എല്ലായിടും, ഈ ഉള്ളിയും കറിവേപ്പില എല്ലായിടും ചെല്ലത്തക്ക രീതിയിൽ കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതിനകത്ത് ചോറ് അരിക്കുന്നുണ്ടല്ലോ, പല ചോറ് അരച്ചില്ലെന്നുണ്ടെങ്കിൽ കടലയുണ്ടല്ലോ, നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി ചോറും ഉണ്ടെങ്കിൽ നല്ലൊരു മയമായിരിക്കും. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ചോറരിക്കും. ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതൊന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലായിടവും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലായിടവും ചെന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂട് കട്ടിയുള്ളതായ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മളിത് ഓരോ ഉരുള എടുത്തിട്ട്, കണ്ടില്ലേ, ഓരോ ഉരുള ഇങ്ങനെ എടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ എന്താ വേണം, കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കണം.
ഇങ്ങനെ ഒന്ന് നനച്ചതിന് ശേഷം ഈ ഉരുള നമ്മുടെ കയ്യിലോട്ട് വെച്ചിട്ടൊന്ന് പതുക്കി കൊടുക്കണം. ഉണ്ടല്ലോ, നമ്മൾ വടയൊക്കെ പരിപ്പ് വട ഉണ്ടാക്കുമല്ലോ അതേ ഷേപ്പ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നല്ല ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. കണ്ടോ, നമുക്കിത് എണ്ണയ്ക്കകത്തോട്ട് കൊണ്ടൊന്ന് ഇടാം. എല്ലാം നമുക്ക് ഇതേപോലെ ആക്കി വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ അന്നേരം എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നാലും മതി. ഇപ്പം നമ്മൾ കടലപ്പരിപ്പാണ് ഉണ്ടാക്കുന്നത്. കടലപ്പരിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അകത്തൊക്കെ വേവ് കയറണം. അപ്പം എത്രയെങ്കിലും ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പം രണ്ടാമത്തെ എടുക്കുമ്പോഴും നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഉരുളയാക്കിയിട്ട് പരത്തി ഇടുക. നമ്മൾ ഇടുമ്പോൾ തീ കുറച്ച് വെക്കണം. 3 4 ഒക്കെ ഇട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് തീ ഇട്ടാൽ അത് പുറമേ അങ്ങ് കരിയും, അകമൊട്ട് വേവുകയില്ല. അപ്പോൾ ഒരു മീഡിയത്തിലിട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചിടാനും നിൽക്കരുത്. ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് മൂത്തു, നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് പരത്തി വയ്ക്കാം. സമയം വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ. 4 മണിക്ക് ഒരു പരിപ്പ് വടയും ചായയും കൂടെ സൂപ്പറാണെന്നറിയാമോ? ആണോ മെറിനെ? മെറിൻ റെഡിയായിട്ട് ഇരിക്കുകയാണ് പരിപ്പ് വട കഴിക്കാനായിട്ട്. അപ്പം 4 മണിക്ക് ഒരു കടിയും ഒരു ചായയും കൂടെ ഒക്കെ നല്ല സൂപ്പറാണ്. അപ്പം ഇതെല്ലാവരുടെയും വീട്ടിലുള്ളൊരു സമയമാണ്. നല്ല മഴയുമാണ്. അപ്പം ഇടയ്ക്ക് ഈ സമയത്തൊക്കെ ഒന്ന് പൊരിച്ച് തിന്നുന്നത് കിടിലമായിരിക്കും. അപ്പം എല്ലാ വീട്ടിലും ഇതൊക്കെ ഇരിക്കുന്നതല്ലേ. ഉഴുന്നിരിപ്പുണ്ട് അല്ലേ, ചെറുപയറുണ്ട്, കടലയുണ്ട്. അതെ, എല്ലാം നമുക്ക് 4 മണിയാകുമ്പം എല്ലാ ദിവസവും ഉണ്ടാക്കി തരണം കേട്ടോ. അമ്മടിക്കാന്നല്ല, നാളെ തൊട്ട് മെറിന് ഉണ്ടാക്കി തരും. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. എങ്കിൽ പിന്നെ ആർക്കും കഴിക്കാൻ കിട്ടുന്നില്ല. എല്ലാവരും കഴിച്ചത് തന്നെ. അതെ, എല്ലാം കരിഞ്ഞൊരു പരുവാവും. അപ്പം നമ്മൾ ഈ പിന്നെ ചെറുപയർ വെച്ചിട്ട് സുഖിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉഴുന്ന് വെച്ചിട്ട് ഉഴുന്നോടെ ഉണ്ടാക്കിയിട്ടുണ്ട്, കടലപ്പരിപ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കടല വെച്ചിട്ട് ആദ്യമായിട്ട് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. അതെ, എല്ലാം ഉണ്ടല്ലേ 4 മണി പലഹാരം. അതെല്ലാവരും സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക, മഴയത്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം കടയിലൊക്കെ പോയി വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്, നമുക്കിതിനെ കോരിയെടുക്കാം. അതുപോലെ നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം. എല്ലാം ഇവിടെ ഞാനിങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്, ഷേപ്പാക്കി. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ ചോറ് ഇടുന്നതുകൊണ്ട് ആ ഷേപ്പ് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. 4 എണ്ണം വീതം ഞാൻ ഇടുന്നുള്ളൂ. നമ്മളിത് എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ആളിൻ്റെ അളവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. എല്ലാം നമുക്ക് ഇതേപോലെ വറുത്ത് കോരി എടുക്കാം. അപ്പം നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സ്വന്തം സോസും കൂടെ ആയാലോ അടിപൊളിയായിരിക്കും അല്ലേ. ടൊമാറ്റോ സോസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ സ്വന്തം തക്കാളി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതും കൂടി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ചേർത്തുള്ള പരിപ്പ് വട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. മമ്മി ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മിക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇത് എല്ലാവരും വാരി ചേർക്കായിരുന്നു. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ആൻറ്റിമാർ ഇച്ചിരി ആ ഉഴുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിൽ ഉഴുന്നല്ല എന്ത് കടല എന്താണ് കടല. അപ്പൊ ആന്റിമാര് കുറച്ച് കടലയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് സംഭവം സെറ്റ് 4 മണിയാകുമ്പോഴത്തേക്ക് കൊച്ചുങ്ങൾക്കൊക്കെ ഇല്ലേ ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ രാത്രി കിടക്കാന്നേരം എടുത്തിട്ടാലും മതി. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുന്ന പാടെ കടല എടുത്ത് വെള്ളത്തിൽ ഇടുക. അപ്പം നമുക്ക് വൈകുന്നേരം സുഖമായിട്ട് കടല പരിപ്പ് വട ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്തിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങൾ രണ്ടുപേരും ബൈ.